നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. ഓപ്പറേഷൻ നംകോറിന്റെ ഭാഗമായി കസ്റ്റംസ് വാഹനം പിടിച്ചെടുത്ത നടപടിയിൽ ഹൈക്കോടതിയെ സമീപിച്ച് നടൻ ദുൽഖർ സൽമാൻ. തന്റെ ലാൻഡ് റോവർ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയുമായാണ് നടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് താൻ വാഹനം വാങ്ങിയതെന്നും അതുകൊണ്ട് തന്നെ വാഹനം വിട്ടുകിട്ടണമെന്നും അദ്ദേഹം ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പറഞ്ഞതൊന്നും മാറ്റി പറയുന്നില്ലെന്നും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിന്റെ വലിയ പ്രത്യാഘാതം ആരാണ് നേരിടേണ്ടി വരിക എന്നത് നിങ്ങൾ മനസ്സിലാക്കുമെന്നും സുരേഷ് ബാബു വ്യക്തമാക്കി. അതേസമയം KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിൽ എംപിക്കെതിരായ CPIM ആരോപണത്തിനെതിരെ പരാതി നൽകി പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ്. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി AN സുരേഷ് ബാബുവിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കാണ് ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയത്. NSS സംസ്ഥാന ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിൽ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടാണെന്ന് കുറ്റപ്പെടുത്തുന്നതാണ് പോസ്റ്റർ. പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ 681 നമ്പർ ലാക്കൂർ കരയോഗത്തിന് സമീപമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസിന് NSSുമായോ SNDPയുമായോ തർക്കങ്ങളില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാ സമുദായ സംഘടനകളുമായും നല്ല ബന്ധമാണ് കോൺഗ്രസ് പുലർത്തുന്നതെന്നും സമദൂര സിദ്ധാന്തമാണ് അവരുടേതെന്ന് വ്യക്തമാക്കിയതാണെന്നും കൂടാതെ വർഗീയവാദികൾക്കെതിരായ നിലപാട് NSS എക്കാലവും സ്വീകരിച്ചിട്ടുണ്ടെന്നും അതൊരു ഉറച്ച നിലപാടാണെന്നും VD സതീശൻ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ്.